നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിനെ പറ്റിയൊന്നും ആരും ചോദിച്ചിട്ടൊന്നുമില്ല, ഗ്രൂപ്പിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. സംശയങ്ങളുടെ ചോദിക്കണം, അർത്ഥാറിനോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് പരീക്ഷ വരുന്നുണ്ട്, അടുത്ത ദിവസം ഹിന്ദീൻ്റെ ഒരു പരീക്ഷ ഉണ്ടാവും. അതിൽ കൂടെ നമുക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പാഠങ്ങളൊക്കെ തീർന്നാണ്. ഇനി അതിൻ്റെ ചോദ്യോത്തരവും അതിൽ വരുന്ന സംഭാഷണം ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അതിൽ വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തരാം. അതൊക്കെയാണ് ഇപ്പോൾ ഇനി വേണ്ടത്. അവിടെ ശ്രദ്ധിക്കുക. ഇതിലൊരു ചോദ്യം, ബച്ചെ, ഇത് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒന്നുകൂടി പറയാം. ബച്ചെ സുരേന്ദ്രൻ മാസ്റ്റർ സേ ക്യോം ഡർത്തേ थे? കുട്ടികൾ എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ മാസ്റ്ററെ ഡർന പേടിക്കുക, ഡർ പേടി ഭയം, പേടിച്ചിരുന്നത്? ബച്ച എന്നുള്ളതിൻ്റെ പുല്ലിംഗമാണ് ബച്ചെ, ബഹുവചനമാണ്, പുല്ലിംഗ ബഹുവചനമാണ് ബച്ചെ. ബച്ചെ സുരേന്ദ്രൻ മാസ്റ്റർ സേ ക്യോം ഡർത്തേ थे? കുട്ടികൾ എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ മാസ്റ്ററെ പേടിച്ചിരുന്നത്? സുരേന്ദ്രൻ മാസ്റ്റർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ മാസ്റ്ററെ പറ്റി. സുരേന്ദ്രൻ മാസ്റ്റർ ബഡാ ക്രൂർ അധ്യാപകത, ക്രൂരനായ ഒരു അധ്യാപകനായിരുന്നു സുരേന്ദ്രൻ മാസ്റ്റർ. ജരാസി ഗലത്തി ഹോനെ പർ, ജര എന്ന് പറഞ്ഞാൽ ലവലേശം, അല്പം, ലേശം തെറ്റ്, ഗലത്ത് തെറ്റ്, ഗലത്തി തെറ്റ്, അല്പം തെറ്റ് കണ്ടാൽ മതി. വേ അദ്ദേഹം ബച്ചോങ്കോ കുട്ടികളെ ഇതർ ഉദർ ഫേങ്ക് ദേത്തെ, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുമായിരുന്നു. ഇതർ ഉദർ എന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെ, ഫേങ്കിന എറിയുക, ഇവിടെ അവിടെ എറിയുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുമായിരുന്നു. വേ ഉനെ ജാപ്പട് ബി മാർത്തത്, അദ്ദേഹം കുട്ടികളെ നന്നായിട്ട് ശക്തിയായിട്ട് അടിച്ചിരുന്നു. ജാപ്പട് ബാർന എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട് അടിക്കുക, ശക്തിയായിട്ട് അദ്ദേഹം കുട്ടികളെ അടിച്ചിരുന്നു. ഉൻകാ ഹാത്ത് ചലാനാ ശുരു ഹോത്ത, അദ്ദേഹത്തിൻ്റെ കൈ ചലിക്കാൻ, ശുരു കർണ ആരംഭിക്കുക, തുടങ്ങുക, അദ്ദേഹത്തിൻ്റെ കൈ ചലിക്കാൻ തുടങ്ങിയാൽ മതി. രുക്കിന നിർത്തുക, ഭൂൽ മറവി, നിർത്താൻ അദ്ദേഹത്തോട് മറന്നു പോവുകയായിരുന്നു. അടി തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന പ്രശ്നേ ഇല്ല, അതുകൊണ്ടാണ് നിർത്താൻ അദ്ദേഹത്തോട് മറന്നു പോകുമായിരുന്നു. ഇസ്ലിയെ ബച്ചെ ഉൻസെ ഡർത്തേ थे, അതുകൊണ്ടാണ് കുട്ടികളെ അദ്ദേഹത്തെ പേടിച്ചിരുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. സുരേന്ദ്രൻ മാസ്റ്റർ, കുട്ടികൾ സുരേന്ദ്രൻ മാസ്റ്റർ എന്തുകൊണ്ട് പേടിച്ചിരുന്നു? സുരേന്ദ്രൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്രൂരനായ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ചെറിയ ഒരു തെറ്റ് കണ്ടാൽ മതി, നിസ്സാരമായ ഒരു തെറ്റ് കണ്ടാൽ മതി, അദ്ദേഹം കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുമായിരുന്നു, ശക്തിയായിട്ട് അടിക്കുമായിരുന്നു. അദ്ദേഹം അടിക്കാൻ തുടങ്ങിയാൽ, അദ്ദേഹത്തിൻ്റെ കൈ ചലിക്കാൻ ആരംഭിച്ചാൽ അദ്ദേഹത്തോട് നിർത്താൻ മറന്നു പോകുമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ അദ്ദേഹത്തെ പേടിച്ചിരുന്നത്. അടുത്ത ചോദ്യം, ക്യാ സുരേന്ദ്രൻ മാസ്റ്റർ കോ ആപ് ഏക് സച്ചാ മാസ്റ്റർ മാൻതേ ഹേ? നിങ്ങൾ സുരേന്ദ്രൻ മാസ്റ്ററെ ഒരു നല്ല അധ്യാപകനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? മാനിന കണക്കാക്കുക, അംഗീകരിക്കുക. സുരേന്ദ്രൻ മാസ്റ്ററെ നിങ്ങൾ നല്ലൊരു അധ്യാപകനായിട്ട് കണക്കാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയും. ക്യോം, എന്തുകൊണ്ട്? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? മേരി രായ് മേ, രായ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം. മേരി രായ് മേ, എൻ്റെ അഭിപ്രായത്തിൽ, രായ് എന്ന് പറഞ്ഞാൽ മത്, മത് എന്ന് പറഞ്ഞാൽ അഭിപ്രായം. താൽപര്യ എന്ന് പറഞ്ഞാൽ അഭിപ്രായം. മേരി, മേ പ്ലസ് കി ആണ് മേരി, മേ പ്ലസ് കായാണ് മേര, മേ പ്ലസ് കെ ആണ് മേരെ, മേ പ്ലസ് കി ആണ് മേരി. ചോദിക്കാം, മേരി മേ നികിത് സർവനാം കോൻസാഹ എന്ന് ചോദിക്കാം. മേരി എന്നതിലുള്ള സർവനാമം അടങ്ങിയിട്ടുള്ള സർവനാമം എന്താണെന്ന്? മേ ആണ്. അപ്പം മേരി രായ് മേ, എൻ്റെ അഭിപ്രായത്തിൽ, അധ്യാപക പ്രേം കി മൂർത്തികോ, അധ്യാപകൻ സ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കണം. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിരിക്കണം. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വലിയ കപ്പട മീശയൊക്കെ വെച്ച് ഉണ്ടാ സ്റ്റൈലൊക്കെ വരുന്നയാളല്ല അധ്യാപകൻ. അദ്ദേഹം ലളിതമായിട്ടുള്ളൊരു ജീവിതം, അല്ലെ ലളിതമായ രീതിയിൽ വരുന്നയാളായിരിക്കണം അധ്യാപകൻ.
ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഛാത്രവും സെ കുട്ടികൾക്ക് അധ്യാപനം പേടി വേണം, പക്ഷെങ്കിൽ പേടിച്ച് വിറയ്ക്കാൻ പാടില്ല. छात्रों से प्रेम पूर्वक व्यवहार करने पर ही बच्चे पढ़ेंगे. ഛാത്ര എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റം, വ്യവഹാർ പെരുമാറ്റം, സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സ്നേഹത്തോടു കൂടിയായിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഭീകര അന്തരീക്ഷത്തിൽ കുട്ടികളെ പഠിപ്പിച്ച കുട്ടികൾ പഠിക്കില്ല. അഗർ ഉൻകെ മൻ മേ അധ്യാപക കെ പ്രതി ഭയ ഹോ, അങ്ങനെ അവർക്ക് അവരുടെ മനസ്സിൽ, മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, തൻ എന്ന് പറഞ്ഞാൽ ശരീരം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അവരുടെ മനസ്സിൽ അധ്യാപകെ പ്രതി ഭയ ഹോ, അധ്യാപകന് നേരെ ഭയമാണുള്ളതെങ്കിൽ ഉൻകെ ദ്വാരാ പഠായേ ജാനേ വാലേ, അദ്ദേഹം മുഖേന പഠിപ്പിക്കുന്ന വിഷയത്തിനു നേരെയും കുട്ടികൾക്ക് നഫ്രത്ത് ഹോഗി, ഭയമായിരിക്കും, വിഷമമായിരിക്കും, പേടിയായിരിക്കും. അതാണ് പറയുന്നത്. അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയം എന്താണ്? കുട്ടികൾക്ക് ഭയമായിരിക്കും. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, ഇന്ന മാഷാണേ, ഞാൻ പോകുന്നില്ല ക്ലാസ്സിൽ, മാഷാണ്, എനിക്കാകില്ല എന്നെല്ലാം പറയുന്ന ഒരു അധ്യാപനെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെങ്കിൽ അധ്യാപകൻ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് സ്നേഹത്തോടു കൂടി കുട്ടികളെ പഠിപ്പിച്ചു നോക്കൂ, അധ്യാപകന് നേരെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. മനസ്സിലായല്ലോ? പട്കഥ. അടുത്തത് പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. ഇതൊരു മോഡൽ മാത്രമാണ് ഈ തരുന്നത്. ഇതുപോലത്തെ വേറെ തന്നെ ചോദിക്കാം, അതിൻ്റെ ഒരു മോഡലായി തരുന്നത്. പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. ഗായൽ ബേല सिर पर सफेद पट्टी बांधकर स्कूल पहुंचती है, बच्चे कुछ न कुछ कहकर उसे चिढ़ा रहे हैं, इस दृश्य के लिए पटकथा तैयार करें. ഇങ്ങനെയാണ് ചോദ്യം വരിക. ഗായൽ ബേല, ഗായൽ എന്ന് പറഞ്ഞാൽ മുറിവ്, ഗായൽ മുറിവ്. ഗായൽ ബേല മുറിവേറ്റ ബേല. ഇവിടെ സിർപ്പർ തലയില് സഫേദ് പട്ടി ബാന്ധിക്കർ, സഫേദ് പട്ടി വെളുത്ത ബാൻഡേജ് കെട്ടിയിട്ട്, മുറിവേറ്റ ബേല തലയിൽ ബാൻഡേജ് കെട്ടിയിട്ട്, ബാന്തിന കെട്ടുക, ബാന്ധിക്കർ കെട്ടിയിട്ട്, ലിഖിക്കർ എഴുതിയിട്ട്, പഠിക്കർ പഠിച്ചിട്ട്, ആക്കർ വന്നിട്ട്, ജാക്കർ പോയിട്ട്, ഇങ്ങനെയാണ് കിട്ടുന്നത്. ബാൻഡേജ് കെട്ടിയിട്ട് സ്കൂൾ പഹൂഞ്ചിത്തിക, സ്കൂളിൽ എത്തുന്നു, പഹൂഞ്ചിന എത്തുക, എത്തുന്നു, എത്തിച്ചേരുന്നു. ബെച്ചെ കുട്ടികള്, കുച്ചിന്ന കുച്ച് കറുസേ ചിടാരകെ, കുട്ടികള് കുച്ചിന്ന ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചിടാന, ചിടാന കളിയാക്കിക്കൊണ്ടിരുന്നു. തലയിൽ ബാൻഡേജൊക്കെ കെട്ടി വരുന്ന കുട്ടീനെ കണ്ടപ്പോൾ അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഈ ദൃശ്യക്കേലിയെ പട്കഥ തയ്യാർ കരെ, ഈ ദൃശ്യത്തിന് വേണ്ടിയുള്ള ഒരു തിരക്കഥ തയ്യാറാക്കുക. സീൻ 1 ഏക്. സമയം സബേരെ 8 ബജെ, രാവിലെ 8 മണി. പാത്ര കഥാപാത്രങ്ങൾ ബേല, സാഹില്, സ്കൂളിലെ കുറച്ച് കുട്ടികൾ. വേഷ്ഭൂഷ വേഷവിധാനം, സ്കൂൾ വർദ്ധി, വർദ്ധി എന്ന് പറഞ്ഞാൽ യൂണിഫോം, സ്കൂൾ യൂണിഫോം. ഏക് സർക്കാരി സ്കൂൾ കാ പ്രാഗൺ, ഒരു സർക്കാർ സ്കൂളിന്റെ മുറ്റം. വിദ്യാർത്ഥി ഥൈലി ലേക്കർ ആത്തേകെ, കുട്ടികൾ പുസ്തക സഞ്ചിയുമായിട്ട് വരുന്നു. ഥൈലി സഞ്ചി, കുട്ടികളുടെ അടുത്തുള്ള സഞ്ചി എന്ന് പറയുന്നത് എന്താ? പുസ്തക സഞ്ചി, ബാഗ്, ബാഗും തൂക്കിയിട്ട് കുട്ടികൾ വരുന്നു. ക്ലാസ് കി ഓർ ജാത്തയെ, ക്ലാസ്സിനു നേരെ പോകുന്നു. ക്ലാസ് കി ഓർ എന്ന് പറഞ്ഞാൽ നേരെ, കി ഓർ നേരെ, ക്ലാസ്സിനു നേരെ പോകുന്നു. അപ്പം കി ഓർ പരീക്ഷയ്ക്ക് ചോദിക്കാം. കി ഓർ കൊടുത്തിട്ട് മുന്നിൽ എന്താ ചേർക്കേണ്ടതെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഓറ് വരികയാണെങ്കിൽ മുന്നിൽ കീ ഉണ്ടാവും. ഓറ് വരുമ്പോൾ മുന്നിൽ കീ ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി. പണ്ടൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ അവരെ കീ എന്ന് പറഞ്ഞാൽ താക്കോൽ, താക്കോൽ ഇങ്ങനെ കെട്ടിയിടുകയും പോലെ എടുത്തുണ്ടാവുകയും പോലെ സൂക്ഷിക്കുക ചെയ്യാം. അപ്പോൾ പറയുന്നത് എന്ത്? ഓറ് വരുമ്പോൾ മുന്നിൽ കീ ഉണ്ടാവുമെന്ന്. അപ്പം നിങ്ങൾ അതാലോചിച്ചേ, ഓറ് വരുമ്പോൾ മുന്നിൽ കീ ഉണ്ടാവും. അപ്പോൾ ക്ലാസ് കി ഓർ ജാത്തയെ, ക്ലാസ്സിന് നേരെ പോകുന്നു. കുച്ചിലെടുക്കെ കുറച്ച് ആൾക്കാർ ആംകെ പേടിക്കെ നീച്ചെ ബൈറ്റേകെ, ആംകെ പേട് മാവ്, മാവിൻ്റെ ചുവട്ടിലിരിക്കുന്നു, മാവിൻ്റെ ചുവട്ടിലിരിക്കുന്നു. കുച്ച് ഹഡിക്കർ സാഹിൽ ബി ബൈറ്റാകെ, കുറച്ച് ദൂരെ മാറിയിട്ട് സാഹിലും ഇരിക്കുന്നുണ്ട്. സിർപ്പർ സഫേദ് പട്ടി ബാന്ധിക്കർ ബേല ആത്തികെ, അങ്ങനെ തലയിൽ വെളുത്ത ബാൻഡേജ് കെട്ടിയിട്ട് ബേല വരുന്നു.
ബേല കാ ക്ലോസപ്പ് ഷോട്ട്, ബേലയുടെ ക്ലോസപ്പ് ഷോട്ടാണ് ഇനിയുള്ളത്. ഏക്ക് ലടുക്ക ഹോയ് ഹോയ് സഫേദ് പട്ടി, ഹോയ് നിങ്ങൾ കഴിഞ്ഞ പാടത്ത് പഠിച്ചല്ലേ, ഹോയ് ഹേയ് ഹോയ് എന്നൊക്കെ പറഞ്ഞു. സഫേദ് പട്ടി, വെളുത്ത ബാൻഡേജ് കെട്ടിയ കുട്ടി. ദൂസര ലടുക്ക, രണ്ടാമത്തെ കുട്ടി എന്ത് പറയുന്നു? സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജകുമാരി. സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജകുമാരി എന്ന് പറയുന്നു. സാഹിൽ പരേശാൻ, പരിഭ്രമം, പരിഭ്രമിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് സാഹിൽ. ഏ ക്യാ ഹോ ഗയാ ബേല, ഇതെന്തു പറ്റി ബേല. ഏ ക്യാ ഹോ ഗയാ ബേല, ഇതെന്തു പറ്റി ബേല. ബേല ഛത്ത് സേ ഗിർ ഗൈ, ടെറസിൽ നിന്ന് വീണതാ. ഛത്ത് ടെറസ്, മേൽക്കൂര, ടെറസിൽ നിന്ന് വീണതാ. ബഹുത്ത് ദിൻ ഹോ ഗയേ, ഒരുപാട് നാളായി, ഒരുപാട് നാളായി. ആജ് ഇന്ന്, ഗേൽഗണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്ക് ഗേലെങ്കെ, ഇന്ന് നമുക്ക് ഡ്രില്ലിന്റെ പിരീഡ് ഗാന്ധി ചൗക്കിൽ പോയിട്ട് ഒറ്റക്കാൽ ചാട്ടം കളിക്കണം. ആജ് ഇന്ന് ഗേൽഗണ്ടി ഡ്രില്ലിന്റെ പിരീഡ് ഗാന്ധി ചൗക്കിൽ പോയിട്ട് ഒറ്റക്കാൽ ചാട്ടം നമുക്ക് കളിക്കണം. സാഹിൽ നഹീങ്കേലെങ്കെ, വേണ്ട കളിക്കണ്ട. തേരേ സിർമേ ഫിർസേ ലഗ് ജായേങ്കി തോ, നിന്റെ തലയിൽ. തേരേ സിർമേ, തേരേ മേ നികിത് സർവനാം കോൻ സാഹേ, തേരേ മേ നികിത് സർവനാം കോൻ സാഹേ, ഏതായിരിക്കും? തൂ പ്ലസ് കാ തേരാ, തൂ പ്ലസ് കെ തേരേ, തൂ പ്ലസ് കി തേരി. അപ്പം തൂവാണ് അതിലെ സർവനാമം. തേരേ സിർമേ ഫിർസേ, നിന്റെ തലയിൽ വീണ്ടും മുറിവുണ്ടായാലോ. നഹി ലഗേങ്കി, ഇല്ല ഉണ്ടാവില്ല. സാഹിൽ ഔർ ബേല മൈതാൻ കി ഓർ ജാത്തെ ഹെ, സാഹിലും ബേലയും മൈതാനത്തിനു നേരെ പോകുന്നു. കട്ട്, കട്ട് ചെയ്തു, കട്ട് ചെയ്തു. അപ്പോ അതിന് 4 മാർക്കുണ്ട്, 4 മാർക്ക് അതിനുണ്ട്. മനസ്സിലായോ? ഇതിപ്പോൾ ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത് നമ്മൾ സിനിമ, നിങ്ങൾ നാളെ ഇപ്പോൾ സിനിമയിലൊക്കെ തിരക്കഥയൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വേണം, ഒരു ഷോട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ വേണമെന്ന്, അതിന് വേണ്ടതാണ് ലാസ്റ്റിൽ എന്താണെന്ന് കട്ട്. ഓക്കെ, കട്ട്. കോഷ്ടക് കെ ശബ്ദോം സെ പിരമിഡ് കി പൂർത്തി കരെ, ഇത് വേറെ വിധത്തിൽ വരുന്ന ഒരു ചോദ്യമാണ്. 2 മാർക്കാണ് ഇത്. നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. 2 കാര്യങ്ങൾ ഇതിൽ പൂരിപ്പിക്കേണ്ടേ ഉള്ളൂ, അതുകൊണ്ട് 2 മാർക്ക് കിട്ടും. കോഷ്ടക് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്. കോഷ്ടക് ബ്രാക്കറ്റിൽ നിന്നുള്ള വാക്കുകളിൽ കൊണ്ട് പിരമിഡ് പൂർത്തീകരിക്കുക. ബ്രാക്കറ്റിൽ കൊടുത്ത വാക്കുകൾ കൊണ്ട് പിരമിഡ് പൂർത്തീകരിക്കുക. 2 കാര്യങ്ങളിൽ എഴുതേണ്ടേ ഉള്ളൂ. കാരണം ഇതിൽ തന്നെ നമുക്ക് കാണാം, പൈൻമേ പേനയിൽ, ദുക്കാൻ സെ കടയിൽ. പൈൻമേ പേനയിൽ, ദുക്കാൻ സെ കടയിൽ. സ്യാഹി ബർവാനികെ, മഷി നിറപ്പിക്കണം. മുझे സ്യാഹി ബർവാനികെ, എനിക്ക് മഷി നിറപ്പിക്കണം. പിന്നെ 2 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, എന്തെന്നാന്നുള്ളത് അത് ചെയ്തോളണം. ഇങ്ങനെ ചോദ്യം ഇങ്ങനെ ഉണ്ടാകും, ഇതിൻ്റെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം തന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും ഇതാണ്, ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ഉത്തരം ഇതിൽ കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. സ്യാഹി ബർവാനികെ, മഷി നിറപ്പിക്കണം. മുझे സ്യാഹി ബർവാനികെ, എനിക്ക് മഷി നിറപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്ന മുझे, ഈടെ മഷി നിറപ്പിക്കണോ? പൈൻമേ സ്യാഹി ബർവാനികെ, പേനയിൽ മഷി നിറപ്പിക്കണം. കിട്ടിയല്ലോ, കിട്ടിയില്ലേ? പേനയിൽ മഷി നിറപ്പിക്കണം. മുझे പൈൻമേ സ്യാഹി ബി ബർവാനികെ ദുക്കാൻ സെ, അല്ലെങ്കിൽ മുझे പൈൻമേ സ്യാഹി ബർവാനികെ, ബി ഞാനവിടെ ചേർത്ത് നേടും. മുझे പൈൻമേ സ്യാഹി ബി ബർവാനികെ ദുക്കാൻ സെ, എനിക്ക് പേനയിൽ മഷി നിറപ്പിക്കണം. ചില കുട്ടികൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഉത്തരം മാത്രം അവിടെ എഴുതി വെക്കും. മുझे പൈൻമേ സ്യാഹി ബർവാനികെ, മുझे പൈൻമേ സ്യാഹി ബി ബർവാനികെ ദുക്കാൻ സെ, അങ്ങനെ എഴുതിയാൽ പോരാ. പിരമിഡ് എന്നാണ് പറയുന്നത്. പിരമിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആകൃതി വരണം, ഒരു ത്രികോണത്തിൻ്റെ ആകൃതി. ഇതെപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവണം. പിരമിഡ് എന്ന് പറയുമ്പോൾ ഈയിലാണ് എഴുതേണ്ടത്, ഈ രീതിയിൽ എഴുത്ത് വരണം. പിരമിഡ് എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് വരേണ്ടത്. ഒന്ന് ഇവിടെ എഴുതുന്ന, അടുത്തത് അതിൻ്റെ ലേശം കൂടി ഇപ്പുറം ഇങ്ങനെ വരണം, അതിൻ്റെ അടുത്തത് ഇങ്ങനെ വരണം, ഇത് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഇങ്ങനെയാണ് വരിക. കണ്ടല്ലോ,
ഒന്ന് ആദ്യം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് ചെറുത്, കുറച്ചും കൂടിയും വലിപ്പം, അതിലും കുറച്ചുകൂടിയും വലിപ്പം, അതിലും കുറച്ചും കൂടിയും വലിപ്പം. അതാ പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിൻ്റെ എഴുതിയതാണ്, ഉത്തരമാണ് ഞാനിവിടെ കൊടുത്തത്. ഇത് നോക്കി പഠിക്കുക. ഇതിന് 2 മാർക്കുണ്ട്. 2 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കും. 2 കൂടിയിട്ടാണ് 4 ആകുക. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇത് തന്നെ ഈ കഴിഞ്ഞതിനാണ് ഇങ്ങനെ ചോദിച്ചത്. 2019-20 പരീക്ഷക്കാണ് ഇങ്ങനെ ചോദിച്ചത്. ഇനി വരുന്നത് 20 മാർച്ചിലെ പരീക്ഷ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്താണ് ചോദിച്ചത്. ഇനി വരുന്നത് അതിന് മുന്നേ ചോദിച്ചത് കോഷ്ടത് എന്നൊന്നുമില്ല. എന്താ ചോദിച്ചത്? आशय का विस्तार करके वाक्य की पिरामिड की पूर्ति करेना. आशय का विस्तार करके वाक्य पिरामिड की पूर्ति करे. അത് കൊടുത്തത് എങ്ങനെയാന്ന് പറഞ്ഞാൽ സ്യാഹി ബർവാനി ഹെ. ഓക്കെ, ശ്രദ്ധിക്കുക. സ്യാഹി ബർവാനി ഹെ ആദ്യത്തത്. പിന്നെ 2 ഒഴിഞ്ഞി. പിന്നെ കൊടുത്തത് മുജെ പൈ മേ സ്യാഹി ബി ബർവാനി കെ ദുകാൻ സെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മുജെ സ്യാഹി ബർവാനി കെ നമ്മൾ എഴുതുന്നു രണ്ടാമത്തേൽ. പിന്നെ നമ്മൾ എന്ത് എഴുതുന്നത്? ഇതിൽ കാണാം നമുക്ക് പൈൻമേ സ്യാഹി ബി ബർവാനി കെ ദുകാൻ സെ എന്ന് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മുജെ പൈൻമേ സ്യാഹി ബർവാനി കെ. ആദ്യത്വം കൊടുക്കും, അവസാനത്വം കൊടുക്കും. നടുക്കത്തെ 2 നമ്മൾ എഴുതണം. അങ്ങനെയാണ് ഇതിൻ്റെ മുന്നേ ഉള്ളത്. ഇപ്പം അന്ന് കഴിഞ്ഞ 20 മാർച്ചിൽ ചോദിച്ചത് ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഈ 2 പൂരിപ്പിക്കുക. ഇതാണ് ഇനി വരിക. ശ്രദ്ധിക്കുക. ഇത് വന്നാലും ഒക്കെ എഴുതാൻ വളരെ എളുപ്പത്തിൽ 2 മാർക്ക് കിട്ടുന്നതാണ് നമുക്ക്. ഒരു 22-24 മാർക്ക് നമുക്ക് ഹിന്ദിക്ക് കിട്ടും. ഹിന്ദിക്ക് A+ വാങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഹിന്ദിക്ക് A+ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളതാണ് ഹിന്ദിക്ക് A+. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് 7 വിഷയത്തിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? A+40 മാർക്കുള്ളൂ. A+ വാങ്ങാൻ 7 വിഷയത്തിന് ഒരു പ്രയാസമില്ല. പിന്നെ 3 വിഷയമാണ് കാര്യമായിട്ടുള്ളത്. കണക്ക്, ഇംഗ്ലീഷ്, സോഷ്യൽ, ഇങ്ങനെ 3 എണ്ണത്തിന്. അതിന് 100-ലാണ്, 80-ലാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റേ ഇത് ഹിന്ദിക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റും. ഇതൊന്ന് നോക്കുക. ഓക്കെ അല്ലേ? പത്ര എന്ന് പറഞ്ഞാൽ കത്ത്, ചിട്ടി, കത്ത് എന്നൊക്കെ പറയും. എന്തെങ്കിലും പത്ര, ചിട്ടി, കത്ത് 3 പറയും. പത്ര, ചിട്ടി, കത്ത്. അതാണ് കത്തിന് പറയാം. ബീർബഹൂട്ടിയോങ്ക വർണ്ണൻ കർത്തേ ഹുയെ. ബീർബഹൂട്ടികളെ വർണ്ണിച്ചുകൊണ്ട് സാഹില് അപ്പിനെ മിത്ര തൻ്റെ സുഹൃത്തായ മനു കെ നാം പത്രലിക മനുവിൻ്റെ പേരിൽ കത്തെഴുതുന്നു. ബീർബഹൂട്ടികളെ വർണ്ണിച്ചുകൊണ്ട് സാഹില് തൻ്റെ സുഹൃത്തായ മനുവിൻ്റെ പേരിൽ കത്ത് എഴുതുന്നു. വഹിദ് പാത്ര ആ കത്ത് കൽപ്പനാ കർക്കെ ലിഗെ സങ്കൽപ്പിച്ച് എഴുതട്ടെ. കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പം. മിത്രക്കെ നാം പത്ര സുഹൃത്തിന് എഴുതുന്ന കത്ത്. സ്ഥലം, താരിഖ് ഡേറ്റ് തീയതി എന്ന് പറഞ്ഞാൽ PD പ്ലേസ് ആൻഡ് ഡേറ്റ് അതാണ് സ്ഥാൻ, താരിഖ്. ഇവിടെ പ്രിയ മിത്ര എന്ന് ഞാൻ കൊടുത്ത് ആരെ പേരുവാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ മനു എന്ന് എഴുതിയെന്നേ ഉള്ളൂ. പ്രിയ മിത്ര എന്ന് പിന്നെ വേണ്ട. പ്രിയപ്പെട്ട സുഹൃത്തെ മനു എന്നാരും പറയില്ല. പ്രിയപ്പെട്ട മനു എന്നേ പറയും. അപ്പം പ്രിയ മിത്ര എന്ന് ഞാനിവിടെ എഴുതിയ മിത്രൻ്റെ പേരെന്താന്ന് വെച്ചാൽ അത് എഴുതുക. നമസ്കാർ, തും കൈസേ ഹോ? मैं यहाँ कुशल से हूँ. अब तो इस पत्र में एक विशेष बात बताना चाहता हूँ. ഇത് നിങ്ങൾക്ക് ഏത് ഫ്രണ്ടിൻ്റെ കത്ത് വന്നു കഴിഞ്ഞാലും ഇത് നിങ്ങൾക്ക് എഴുതാം. തും കൈസേ ഹോ? മേ ആദ്യം ഇത് എഴുതിക്കൊള്ളുക. തും കൈസേ ഹോ? मैं यहाँ कुशल से हूँ. अब तो इस पत्र में एक विशेष बात बताना चाहता हूँ. ഇത് ഈ പറഞ്ഞ സംഭവങ്ങൾ ഇത് സ്ഥാൻ, താരിഖ്, പിന്നെ പ്രിയ മിത്ര, നമസ്കാർ, പിന്നെ തും കൈസേ ഹോ? മേ യഹാം കുശൽ സേ ഹും. അബ് തോ ഈസ് പത്ര മേ ഏക് വിശേഷ് ബാത് ബതാന ചാഹ്താ ഹൂം എന്നുള്ളത് ഏത് കത്ത് വന്നു കഴിഞ്ഞാലും സുഹൃത്തിൻ്റെ കത്ത് വന്നാൽ നിങ്ങൾക്കത് എഴുതാവുന്നതാണ്. ഫസ്റ്റിൽ അത് എഴുതുക. 1.5 മാർക്ക് അതിനോളം കിട്ടും അത് എഴുതിയാൽ. തും കൈസേ ഹോ എന്ന് പറഞ്ഞാൽ എന്താ? സുഖം തന്നെയല്ലേ? നീ സുഖം തന്നെയല്ലേ എനിക്ക്? മേ യഹാം കുശൽ സേ ഹും. ഞാനിവിടെ വളരെ സന്തോഷത്തിലാണ്. എനിക്കിവിടെ സുഖം തന്നെയാണ്.
अब तो इस पत्र में एक विशेष बात बताना चाहता हूं. ഇപ്പൊ ഞാൻ ഈ കത്ത് മുഖേന ഒരു വിശേഷ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ കത്ത് മുഖേന ഒരു വിശേഷ കാര്യം, ബാത്ത് കാര്യം, ബദാന പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അതവിടെ നിർത്തണം. എന്നിട്ട് അടുത്ത പാരഗ്രാഫായിട്ടാണ് എഴുതാവും. പിന്നെ ഹമാരെ യഹാം കെ ഗേത്ത് കി ബർസാത്തി കീട് കെ ബാരെ മേ മൈനെ തുജെ ബതായാ ഹേ നാ. ഇവിടുത്തെ ഞാൻ ഇവിടെ വയലിൽ മഴയുള്ള സമയത്ത് ഒരു പ്രാണിയെ പറ്റി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? പിച്ചലെ ഹഫ്തേ യഹാം 2-3 ദിൻ ബാരി വർഷാമിലി. കഴിഞ്ഞ ആഴ്ച ഇവിടെ 2-3 ഭാരിച്ച മഴ കിട്ടി. നല്ല 2-3 മഴ ഇവിടെ കിട്ടി. കഴിഞ്ഞ ആഴ്ച ഇവിടെ 2-3 നല്ല മഴ കിട്ടി. 2-3 നല്ല മഴ കിട്ടി ഇവിടെ കഴിഞ്ഞ ആഴ്ച. സ്കൂൾ കെ രാസ്തേസെ, രാസ്ത വഴി, സ്കൂളിൽ പോകുന്ന വഴിയിൽ സടേ ഗേത്തുമേ മേ ബീർബകൂട്ടിയൊങ്കോ ഗോച്ചിനെ എന്നെങ്കില. പോകുന്ന വഴിയിൽ വയലിൽ ഞങ്ങൾ ബീർബകൂട്ടികളെ ഗോജിനെ നികല അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിക്കുക, കണ്ടെത്തുക എന്നൊക്കെ പറയും. അന്വേഷിക്കുക, ഗോജിന. സ്കൂളിൽ പോകുന്ന വഴിയിൽ ഞങ്ങൾ ആ നനഞ്ഞ വയലുകളിൽ ഞാൻ ബീർബകുട്ടിയെ എന്ത് ചെയ്തു? ഗോജിനെ നികല അന്വേഷിക്കാൻ തുടങ്ങി. ബേലാബി സാത്തുത, ബേലയും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ബേലയും ഉണ്ടായിരുന്നു. ബേലയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മിട്ടി കി ഗന്ധ ഭരി ഗേത്തുമേ, മിട്ടി കി ഗന്ധ ഭരി ഗേത്തുമേ ഹംനെ ബീർബകൂട്ടിയോങ്കി കദാർ ദേഖി. മണ്ണിൻ്റെ ഗന്ധമുള്ള ആ വയലുകളിൽ ഞങ്ങൾ ബീർബകൂട്ടികളുടെ നിര തന്നെ കണ്ടു. കദാർ, നിര, വരി. ബീർബകൂട്ടികളുടെ നിര തന്നെ ഞങ്ങൾ കണ്ടു. സൂർഗ് മൂലായം ഗദ്ബദി ബീർബകൂട്ടി, ചുവന്നത് നല്ല മിനുമിനുസമുള്ളത് ഒക്കെയായ ബീർബകൂട്ടികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗോൻകി പ്യാരി പ്യാരി ബൂന്ദേൻ ജൈസി ലഗി. ഭൂമിയിൽ കൂടി പോകുന്നത് കണ്ടാൽ നമ്മളുടെ പ്രിയപ്പെട്ട രക്തത്തുള്ളികൾ പോലെ തോന്നും. അവ ഭൂമിയിൽ കൂടി ഇങ്ങനെ ബീർബകൂട്ടികൾ പോകുന്നത് കണ്ടാൽ നമ്മളുടെ പ്രിയപ്പെട്ട രക്തത്തുള്ളികൾ പോലെ തോന്നുന്നു. ഉനേം ദേഖ്തേ ദേഖി സ്കൂൾ പഹുഞ്ചിനെ മേ ദേരി ബി ഹുയി. അങ്ങനെ അവയെ കണ്ട് സ്കൂളിലെത്തുമ്പോഴേക്കും നേരം വൈകിപ്പോയി. പത്ര മിൽത്തേഹി ഉത്തർ ലിഖിന, കത്ത് കിട്ടിയാൽ മറുപടി അയക്കുക. കത്ത് കിട്ടിയാൽ മറുപടി അയക്കുക. ഇതിങ്ങൾക്ക് ഏതിലും എഴുതാം. നേരത്തെ ഞാൻ പറഞ്ഞ ഫസ്റ്റിലത്തതും ലാസ്റ്റിലത്തെ ഇതും നിങ്ങൾക്ക് ഫ്രണ്ടിൻ്റെ കത്ത് വന്നാൽ ഏതിലും എഴുതാം. ഫസ്റ്റിലുള്ള ഞാൻ ആ നേരത്തെ പറഞ്ഞതും ഇതും നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെച്ചോളുക. ഫസ്റ്റിലത്തതും ഫസ്റ്റിലെ പറഞ്ഞ സ്ഥാൻ താരീഖ് തും കൈസേക്കോ എന്നുള്ളത് അത് ബൈഹാർട്ട് പഠിച്ചോളുക. അതുപോലെ തന്നെ ഇതും ബൈഹാർട്ട് പഠിച്ചോളുക ഈ ലാസ്റ്റിലുള്ള. എന്നാൽ ഇത് രണ്ടും പഠിച്ചാൽ നടുക്ക് നിങ്ങൾക്ക് ഏതാണോ ചോദിക്കുന്നത് അതങ്ങ് എഴുതി കഴിഞ്ഞാൽ മതി. 4 മാർക്കാണ് നടുക്ക്. ഇത് തന്നെ വരണമെന്നില്ല. സുഹൃത്തിന് ഇപ്പം വേറെ ഏതെങ്കിലും പല പാഠങ്ങളുള്ളതാണ്, വേറെ ഏതെങ്കിലും കത്ത് വരാം. അങ്ങനെയുള്ള കത്താണെങ്കിൽ അതും എഴുതാം. ഇതിൻ്റെ നടുക്കങ്ങ് എഴുതിക്കൂടുക സുഹൃത്തിന് വന്നാൽ. പത്ര മിൽത്തേഹി ഉത്തർ ലിഖിന, കത്ത് കിട്ടിയാൽ മറുപടി അയക്കുക. ഭൂൽന മത്ത്, മറക്കരുത്. മാതാജി അവർ പിതാജിക്കോ മേരാ സാദർ പ്രണാം, അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം, വിനീതമായ നമസ്കാരം. ഛോട്ടേ ബായിക്കോ മേരാ പ്യാർ, ഇളയ കുട്ടിയോട്, ഇളയ സഹോദരന് എൻ്റെ സ്നേഹ അന്വേഷണം. തുമാര അഭിന്ന മിത്ര, നിന്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ഹസ്താക്ഷർ, ഒപ്പ്, നാം, പേര്. ഇനി കത്തെഴുതുമ്പോൾ ഇതെന്താ? കത്തെഴുതുമ്പോൾ ഇത് സേവാമേ എന്ന് പറഞ്ഞാൽ ടു, പ്രേക്ഷക് എന്ന് പറഞ്ഞാൽ ഫ്രം. സേവാമേ ടു, പ്രേക്ഷക് ഫ്രം. സേവാമേ ടു, പേര്, പദ. പദ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്. പദ, അഡ്രസ്സ്. സേവാമേ നാം പദ. അതൊരു കള്ളിയിലൊക്കെ ആക്കണം. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. മിലാൻ കരെ, യോജിപ്പിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത് 4 യോജിപ്പിക്കണം, 4 മാർക്കിൻ്റെ അടുത്ത്. സാഹിൽ കി ആംഗേ, സാഹിലിൻ്റെ കണ്ണുകൾ. ചൽത്തി ബീർബകൂട്ടിയ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ബീർബകൂട്ടികൾ. സാഹിൽ കെ ആംസു, സാഹിലിൻ്റെ കണ്ണുനീര്.
സാഹിൽ കി ചോട്ട്, സാഹിലിന്റെ മുറിവ് ഒരു ഭാഗത്ത്. എയിൽ നിന്ന് ബി യോജിപ്പിക്കുക. ചൽത്തി ഫിർത്തി ഗൂൻഗി പ്യാരി പ്യാരി ബൂന്തേ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്തത്തുള്ളികൾ പോലെ. ബീർബഹുട്ടി കി തരക് ലാൽ, ബീർബഹുട്ടികളേതുപോലെ ചുവപ്പ്. ബീർബഹുട്ടി കാ രംഗ്, ബീർബഹുട്ടിയുടെ നിറം. ബാരിഷ് കി ബൂന്തേ, മഴത്തുള്ളികൾ. ഇപ്പൊ നമുക്ക് ആദ്യം സാഹിലിന്റെ കണ്ണുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല ബീർബഹുട്ടി ഇതുപോലെ ചുവന്നതാണെന്ന്. ഇപ്പൊ സാഹിൽ കി ആംഗേ, ഞാനിവിടെ ചോദ്യം എഴുതിയിട്ടുള്ളൂ, ഉത്തരം വേറെ എഴുതിയിട്ടില്ല. അതിനാണ് ഞാനിവിടെ ഇതിലൊരു കള്ളി കാണാൻ നിങ്ങൾക്ക് 2, 1, 4, 3 നിങ്ങൾ യോജിപ്പിച്ചാൽ മതി. അത് വേറെ മാറ്റി എഴുതാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. സാഹിൽ കി ആംഗേ, സാഹിലിന്റെ കണ്ണുകള്. ബീർബഹുട്ടി കി തരക് ലാൽ, കണ്ടില്ലേ, ബീർബഹുട്ടി കി തരക് ലാലാണ് സാഹിലിന്റെ കണ്ണുകൾ. ബീർബഹുട്ടി കി തരക് ലാൽ, സാഹിലിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ബീർബഹുട്ടി അതുപോലെ ചുവന്നിട്ടായിരുന്നു. പിന്നെ ചൽത്തി ബീർബഹുട്ടിയാം, അതാണ് 2 കൊടുത്തത്. അതെങ്ങനെയാണ്? ചൽത്തി ഫിർത്തി ഗൂൻഗി പ്യാരി പ്യാരി ബൂന്തേ, നടന്നുകൊണ്ടിരിക്കുന്ന ബീർബഹുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ പ്രിയപ്പെട്ട രക്തത്തുള്ളികൾ സഞ്ചരിക്കുന്നത് പോലുണ്ട് അത്. പിന്നെ സാഹിൽ കി ആംസു, സാഹിലിന്റെ കണ്ണുനീരോ. ബാരിഷ് കി ബൂന്തേ, മഴത്തുള്ളികൾ പോലെയാണ് കണ്ണുനീരിങ്ങനെ വരുന്നത്. പിന്നെ സാഹിൽ കി ചോട്ട്, സാഹിലിന്റെ മുറിവ്. ബീർബഹുട്ടി കാ രംഗ്, ബീർബഹുട്ടിൻ്റെതുപോലെയുള്ള കളറാണ്. സാഹിലിന്റെ മുറിവ് ബീർബഹുട്ടിയതുപോലെ ഇതാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, യോജിപ്പിച്ച് ചോദ്യം ആദ്യം എഴുതുക, അതിനനുസരിച്ച് ഉത്തരം എഴുതുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതാൻ ഇതാക്കാത്തത് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് എഴുതുക. അതിനാണ് ഞാൻ സൈഡിൽ 2143 കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ അത് ഒരു കണക്കൊന്നുമല്ല, അത് ഇങ്ങനെ ഓരോന്നിനും ഇതിപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകൾ ഇട്ടിട്ടുണ്ട്, യോജിപ്പിച്ചിട്ട് സാഹിൽ കി ആംഗേം ബീർബഹുട്ടി കി തരക് ലാൽ, ചൽത്തി ബീർബഹുട്ടിയാൻ ചൽത്തി ഫിർത്തി ഗൂൻഗി പ്യാരി പ്യാരി ബൂന്തേ, സാഹിൽ കെ ആംസു ബാരിഷ് കി ബൂന്തേ, സാഹിൽ കി ചോട്ട് ബീർബഹുട്ടി കാ രംഗ്. ഇതൊക്കെ നന്നായിട്ട് പോയിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് സംശയങ്ങളുടെ ചോദിക്കണം. എന്നിട്ട് പിന്നെ പരീക്ഷ ഉണ്ട്, അടുത്ത ദിവസം പരീക്ഷ ഉണ്ടാവും, അതിനെല്ലാം അറ്റൻഡ് ചെയ്യാൻ നന്നായിട്ട് എഴുതുക. പറഞ്ഞ കാര്യം ഇനിയിപ്പം നമുക്ക് ഇതിൽ ഡയറി എഴുതാനുണ്ട്, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്ന ഗ്രാമറുകളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. അത് അടുത്ത ക്ലാസ് ചെയ്യാം. ആ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കതൊക്കെ ചെയ്യാം. അതുവരേക്കും വിട പറയുന്നു. ഓക്കെ, താങ്ക്സ്.